വിശുദ്ധ അൽഫോൺസ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. കോട്ടയം ജില്ലയിലെ പാലായ്ക്കടുത്ത് ഭരണങ്ങാനത്താണ് വിശുദ്ധ അൽഫോൺസ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇതാണ് അൽഫോൺസാമ്മയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ദേവാലയം. 1986 ഫെബ്രുവരി 8 കോട്ടയത്ത് വെച്ചാണ് വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ അൽഫോൺസയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത്. ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വിശുദ്ധ അൽഫോൺസയുടെ അതിമനോഹരമായ ഒരു രൂപം വച്ചിരിക്കുന്നു. ഇതാണ് ദേവാലയത്തിൻ്റെ ഉൾവശം. ഇവിടെയാണ് അൽഫോൺസാമ്മയെ അടക്കം ചെയ്തിരിക്കുന്നത്. ശവകുടീരത്തിൻ്റെ ചുറ്റിലും നിന്ന് വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള സൗകര്യം ചെയ്തിരിക്കുന്നു. അൾത്താരയിലെ ബലിപീഠത്തിൻ്റെ മുന്നിലായി ആണ് അൽഫോൺസാമ്മയെ അടക്കം ചെയ്തിരിക്കുന്നത്. ദേവാലയത്തിൻ്റെ വലതുവശത്തായി കാണുന്നത് ക്രൂശിതനായ യേശുവിൻ്റെ മനോഹരമായ രൂപമാണ്. ഇടതുവശത്ത് കാണുന്നത് ചില്ലിൽ തീർത്തിരിക്കുന്ന മനോഹരമായ അൽഫോൺസാമ്മയുടെ രൂപം. ഇതാണ് ദേവാലയത്തിൻ്റെ പുറംഭാഗം. ഇവിടെ തീർത്ഥാടകർക്കായുള്ള വിവിധ സൗകര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇത് പ്രദക്ഷിണങ്ങൾക്ക് ഉപയോഗിക്കുന്ന മെഴുകുതിരി സ്റ്റാൻഡാണ്. ദേവാലയത്തിൻ്റെ പുറത്തായി കാണുന്ന മനോഹരമായ ഒരു ഗ്രോട്ടോയാണിത്. ഇതാണ് ദേവാലയത്തിൻ്റെ മുന്നിൽ നിന്നുള്ള കാഴ്ച. നമ്മൾ ഇനി സന്ദർശിക്കാൻ പോകുന്നത് വിശുദ്ധ അൽഫോൺസ തൻ്റെ സന്യാസ ജീവിതകാലം മുഴുവൻ ചെലവഴിച്ച കോൺവെൻ്റാണ്. ഇത് മനോഹരമായ ഒരു മ്യൂസിയമായി നിലനിർത്തിയിരിക്കുന്നു. വിശുദ്ധ അൽഫോൺസാമ്മയുടെ സ്വർഗീയ ഭവനമായി ഇത് കണക്കാക്കുന്നു. ഇവിടെ വലതുവശത്തായി 1996 ചരമ ജൂബിലിയോടനുബന്ധിച്ച് ഇറക്കിയ സ്റ്റാമ്പിൻ്റെ ഒരു രൂപം എലാർജ് ചെയ്ത് മനോഹരമായി വച്ചിരിക്കുന്നു. അൽഫോൺസാമ്മ തൻ്റെ സന്യാസ ജീവിതകാലത്ത് താമസിച്ചിരുന്ന മുറിയിലേക്കാണ് നമ്മൾ ഈ കിടക്കുന്നത്. അന്ന് വിശുദ്ധ ഉപയോഗിച്ച കട്ടിലാണ് നമ്മളീ കാണുന്നത്. ഇത് ചില്ലിട്ട് വളരെ മനോഹരമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഇതിന് തൊട്ടടുത്തായി വിശുദ്ധയുടെ ഒരു രൂപവും അതിൻ്റെ ഉള്ളിൽ തിരുശേഷിപ്പും. 1938 വരെ വിശുദ്ധ ഉപയോഗിച്ചിരുന്ന മുറിയാണിത്. ഈ മുറിയിൽ വലിയ രോഗിയായി കിടന്നിരുന്ന അൽഫോൺസാമ്മയ്ക്ക് 1936 ഡിസംബർ മാസം വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനും വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയും പ്രത്യക്ഷപ്പെട്ട് രോഗശാന്തി നൽകിയുണ്ടായി. അതാണ് ഇവിടെ വരച്ചു വച്ചിരിക്കുന്നത്. വിശുദ്ധയുടെ ജന്മഗൃഹമാണ് ഈ കാണുന്നത്. വിശുദ്ധയുടെ പിതാവ് ജോസഫ് മുട്ടത്തുപാടത്ത്. വിശുദ്ധയുടെ കുടമാളൂർ ഭവനത്തിൻ്റെ പൂമുഖമുറി. മാതാപിതാക്കളുടെ കുഴിമാടം.
കുടമാളൂർ പള്ളിയിലെ മാമോദിസ തൊട്ടി, വിശുദ്ധയുടെ വീട്ടിലുണ്ടായിരുന്ന തൊട്ടിൽ, വിശുദ്ധ അൽഫോൺസാമ്മ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായി ഉപയോഗിച്ചിരുന്ന രൂപങ്ങൾ, വിശുദ്ധ ഉപയോഗിച്ചിരുന്ന പായ, വിശുദ്ധ തൻ്റെ ജീവിതകാലത്ത് ഉപയോഗിച്ചിരുന്ന ധാരാളം വസ്തുക്കൾ ഇവിടെ വളരെ മനോഹരമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഇതാണ് അൽഫോൺസാമ്മയ്ക്ക് വിശുദ്ധ പദവി കൊടുക്കുവാൻ വേണ്ടി മാർപ്പാപ്പ അംഗീകരിച്ച അത്ഭുതം. ഇതാണ് ജിനിൽ അഥവാ മോനൂട്ടൻ. 1998 മെയ് 5 ഏറ്റുമാനൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ജനിച്ച ജിനിലിന് ജന്മന മുട്ടിൻ്റെ താഴെ സ്വാധീനമില്ലായിരുന്നു. കാൽപാദങ്ങൾ രണ്ടും ഉള്ളിലേക്ക് തിരിഞ്ഞും കാലുകൾ തമ്മിൽ പിണഞ്ഞും ഇരുന്നിരുന്ന ബെനിലിന് നടക്കാൻ സാധിക്കില്ലായിരുന്നു. നിരവധി ചികിത്സകൾ നടത്തിയെങ്കിലും കാല് ശരിയാകാതിരുന്ന ബെനിലിനെ മാതാപിതാക്കൾ ഏകദേശം 1.25 വയസ്സുള്ളപ്പോൾ ഇടവക വികാരിയുടെ നിർദ്ദേശപ്രകാരം അൽഫോൺസാമ്മയുടെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഏകദേശം 4 മണിക്കൂറിന് ശേഷം വീട്ടിൽ വെച്ച് കുടുംബ പ്രാർത്ഥന ചെല്ലുന്നതിൻ്റെ ഇടയിൽ പാപ്പ എന്ന് വിളിച്ച് ചാടി എണീറ്റ് നടക്കുകയുമായിരുന്നു. ഇത് തോമസ് അത്യാലി. പൊൻകുന്നം സ്വദേശിയായ അത്യാലി ജന്മന മുടന്തനായിരുന്നു. അൽഫോൺസാമ്മയുടെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 1947 ജനുവരി 30 അത്യാലിയുടെ കാൽ സൗഖ്യമാകുകയും ഇത് വിശുദ്ധ അൽഫോൺസാമ്മയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നതിന് തിരുസഭ സ്വീകരിക്കുകയും ചെയ്തു. വിശുദ്ധ അൽഫോൺസാമ്മയുടെ ജീവിതകാലത്ത് എടുക്കപ്പെട്ടിട്ടുള്ള 3 ചിത്രങ്ങളാണ് ഈ കാണുന്നത്. തമിഴ്നാട്ടിലെ വേളാങ്കണ്ണി പള്ളി പോലെ, മലയാറ്റൂരിലെ കുരിശുമുടി പോലെ ഈ നോയമ്പ് കാലത്ത് ധാരാളം തീർത്ഥാടകർ ഇവിടെ സന്ദർശിക്കാറുണ്ട്. പ്രസിദ്ധ മാധ്യമപ്രവർത്തകനും സഞ്ചാരിയുമായ സന്തോഷ് ജോർജ് ഉളങ്ങരയുടെ നാടായ മരങ്ങാട്ടുപള്ളിയും ഇതിനോട് ഏകദേശം അടുത്ത് തന്നെയാണ്. ടൂറിസ്റ്റ് പ്ലേസുകളായ ഇല്ലിക്കൽ കല്ലും പരുന്തുംപാറയും ഇതിനോട് തൊട്ടടുത്ത് തന്നെയാണ്. വിശുദ്ധ അൽഫോൺസയുടെ കാനോണൈസേഷൻ റോമിലെ വത്തിക്കാനിൽ വെച്ച് നടത്തിയതിൻ്റെ ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയായിരുന്നു ഇതിന് നേതൃത്വം വഹിച്ചത്. അങ്ങനെ നമുക്ക് ഒരു വിശുദ്ധയെ കൂടി കിട്ടിയതിൻ്റെ ധന്യമായ നിമിഷം. വിശുദ്ധ സഭാവസ്ത്രം സ്വീകരിച്ച ദേവാലയമാണ് അടുത്തത്. സെന്റ് മേരീസ് ഫെറോന ചർച്ച്. ദേവാലയത്തിലെ അൾത്താരയും ബലിപീഠവും.
അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ അവസാനിക്കുകയാണ്.